നമസ്കാരം. രജപുത്ര രാജാക്കന്മാരുടെ ധീരത നിറഞ്ഞ കഥകൾ ഭാരത ചരിത്രത്തിൽ എന്നെന്നും തിളങ്ങി നിൽക്കുന്നുണ്ട്. മാതൃഭൂമിയുടെ യശസ് ഉയർത്താൻ സ്വന്തം ജീവൻ പോലും ബലിദാനമായി നൽകാൻ അവർ ഒരുക്കമായിരുന്നു. ഒരു കാലത്ത് സമ്പൂർണ്ണ ശക്തിയായി ഭരണം നടത്തിയ ഈ രാജവംശം മുഗൾ ഭരണകാലത്താണ് പരാജയങ്ങൾ അറിഞ്ഞത്. ഹുമയൂണിന് ശേഷം അക്ബർ അധികാരത്തിലെത്തിയ സമയം അദ്ദേഹം തന്റെ ചതുരുപായങ്ങൾ ഉപയോഗിച്ച് അന്നത്തെ രജപുത്ര രാജാക്കന്മാരെ തന്റെ അധീനതയിലാക്കി. ജയ്പൂർ, ഉദയ്പൂർ, കന്യാകുബ്ജ എന്നീ സമ്പന്ന രാജ്യങ്ങളിലെ രജപുത്ര രാജാക്കന്മാർ പോലും അന്ന് അക്ബറിന് കീഴടങ്ങി കപ്പം കൊടുത്ത് സാമന്തന്മാരായി മാറി. എന്നാൽ ഒരാൾ അതിന് ഒരുക്കമല്ലായിരുന്നു. സൂര്യകിരണം പോലെ ജ്വലിച്ച ധീരനായ മേവാറിലെ ചക്രവർത്തി റാണ പ്രതാപ് സിംഗ് എന്ന മഹാറാണ പ്രതാപ്. അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ അക്ബർ പല ആവർത്തി ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തോൽവി സമ്മതിക്കാതെ അദ്ദേഹം എതിർത്തു നിന്നപ്പോൾ അക്ബറിന്റെ സാമന്തന്മാരെ പോലും രഹസ്യമായി അഭിമാനം കൊണ്ടു. അദ്ദേഹത്തിന്റെ വിജയങ്ങളും പോരാട്ടങ്ങളും ചരിത്രരേഖകളിൽ സ്ഥാനം പിടിച്ചപ്പോൾ ഒപ്പം ചരിത്രമായി ഒന്നുകൂടി ഉണ്ടായിരുന്നു. അവസാന ശ്വാസം വരെ തന്റെ യജമാനു വേണ്ടി വിശ്വസ്തയോടെ നിലകൊണ്ട ചേതക് എന്ന റാണ പ്രതാപിന്റെ പടക്കുതിര. യുദ്ധങ്ങളിൽ ചേതക്കിന്റെ പങ്ക് ചെറുതായിരുന്നില്ല. റാണ പ്രതാപിന്റെ കണ്ണെടുത്തുനിർത്ത് അവൻ പാഞ്ഞെത്തി ശത്രുസേനയുടെ അടിവേളിളക്കി. അക്കാലത്ത് കിടങ്ങുകൾ ചാടിക്കടന്ന് വേഗത്തിൽ കുതിക്കുന്ന ഇവന്റെ മിടുക്കിനോളം വേറൊരു കുതിരയും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. മേവാർ കീഴടക്കാതെ രാജ്യം തന്റെ കീഴിൽ കൊണ്ടുവരാൻ ആവില്ലെന്ന് അക്ബർ കണക്കുകൂട്ടി. സർവശക്തിയും ഉപയോഗിച്ച് പ്രതാപിനെ തോൽപ്പിക്കാൻ തീരുമാനിച്ചു. അതിനായി തന്റെ സൈന്യത്തെ നയിക്കാൻ മകൻ ജഹാംഗീറിനെ സലീം രാജകുമാരനെ ചുമതലപ്പെടുത്തി. ഉദയ്പൂർ കീഴടക്കിയ സ്ഥിതിയിൽ ആ രാജ്യത്തോട് ചേർന്നു നിൽക്കുന്ന മേവാറിനെ കീഴടക്കാൻ അരാവലി പർവ്വതനിരയുടെ അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരെയുള്ള ഒരു വഴി അവർ തിരഞ്ഞെടുക്കുകയും അവിടെ ആക്രമണം നടത്താൻ പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു. ആ സ്ഥലമായിരുന്നു ഹാൽദിഘട്ടി. പോരാട്ടം കനത്തു. മുഗൾ സൈന്യത്തെ അപേക്ഷിച്ച് എണ്ണത്തിൽ കുറവായിരുന്ന രജപുത്രർ പക്ഷെ ശക്തമായ വെല്ലുവിളിയാണ് അവർക്ക് നൽകിയത്. പ്രതാപ് സിംഗിനെ വധിക്കണമെന്ന് അക്ബർ ജഹാംഗീറിന് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ജയം അസാധ്യമാണെന്ന സത്യം വൈകാതെ ജഹാംഗീർ തിരിച്ചറിഞ്ഞു. ആനപ്പുറത്തേറിയ സലീം രാജകുമാരന് നേരെ ചേതക്കിന്റെ പുറത്തേറി റാണ പ്രതാപ് ഉജ്ജ്വലമായ കടന്നാക്രമണം തന്നെയാണ് നടത്തിയത്. ആനയുടെ മസ്തിഷ്കത്തിൽ ചാടിച്ചവിട്ടി ചേതക് തന്റെ യജമാനന്റെ ലക്ഷ്യത്തിന്റെ അവസരമൊരുക്കി. പക്ഷെ കുതിരയെ ആനയുടെ ചവിട്ടേറ്റ് ചേതക്കിന്റെ ഒരു കാല് തകർന്നു. എന്നിരുന്നാലും പോരാട്ടത്തിന് ഒരു വേഗതയും കുറയ്ക്കാതെ റാണ പ്രതാപ് പോരാട്ടത്തിൽ വ്യക്തമായ മേൽക്കൈ നേടി. പ്രതാപ് സിംഗിന് പക്ഷേ മാരകമായ മുറിവേറ്റു. മേവാർ സൈന്യത്തിന് കനത്ത നഷ്ടവും ഉണ്ടായി. ഇത് മനസ്സിലാക്കിയ ചേതക് മുറിവേറ്റ കാലുമായി റാണയെ പുറത്തു കിടത്തി യുദ്ധക്കളത്തിൽ നിന്നും പാഞ്ഞു. ഏകദേശം 5-6 കിലോമീറ്ററോളം ശത്രു സൈനികർ അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ടായിരുന്നു. പക്ഷേ കുതിക്കുന്നതിനിടയിൽ ഒരു വൻ നദി ഇവർക്ക് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു. എന്നാൽ ആ നദിയും ചേതക് ധീരമായി കടക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് തന്റെ യജമാനെ സുരക്ഷിതനാക്കിയ ശേഷം അത് അന്തിശ്വാസം വലിച്ചു. അതുവരെ ശത്രുചേരിയിലായിരുന്ന പ്രതാപ് സിംഗിന്റെ അനുജൻ ശക്തി സിംഗ് ജ്യേഷ്ഠന്റെ ധീരമായ ചെറുത്തുനിൽപ്പിൽ ആരാധന തോന്നി തന്റെ തെറ്റുകൾക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ചേർന്നു. പക്ഷേ മേവാർ മുഗളന്മാർ പിടിച്ചെടുത്തിരുന്നു. പിന്നീട് വീണ്ടും ഒരു യുദ്ധത്തിൽ അവരെ പരാജയപ്പെടുത്തി മേവാറും അതിന്റെ അടുത്ത രാജ്യങ്ങളും പിടിച്ചെടുത്ത് തന്റെ രാജ്യത്തോട് ചേർത്ത് രാജ്യം കൂടുതൽ സമ്പന്നമാക്കി റാണ പ്രതാപ്. 1597 ജനുവരി 19 അദ്ദേഹം വീരസ്വർഗം പ്രാപിച്ചു. ഭാരതത്തെ മുഗളന്മാരിൽ നിന്ന് മോചിപ്പിക്കുകയും തന്റെ പ്രിയപ്പെട്ട ചിത്തോട് തിരികെ പിടിക്കുന്നതുവരെയും റാഗിപ്പുല്ല് കൊണ്ടുണ്ടാക്കിയ ചപ്പാത്തി മാത്രം ഭക്ഷിച്ച് ജീവിക്കാൻ വ്രതമെടുക്കുകയും ചെയ്ത ധീര പോരാളിയായിരുന്നു മഹാറാണ പ്രതാപ്. ലോക ചരിത്രത്തിൽ ഇത്രയും ധീരതയും വീര്യവും പ്രദർശിപ്പിച്ചവർ ഉണ്ടോ എന്ന് സംശയമാണ്. ധീരപുത്രൻ രജപുത്ര വീരൻ മഹാറാണ പ്രതാപിന് പ്രണാമങ്ങൾ.